Good morning, students. I am Sarin Xavier from Alappuzha. Today onwards, I am dealing with your mathematics section. Today we are going to start chapter 7, that is data interpretation. Actually, this section is one of the easiest topic in your NET exam. Okay, let us start. Data interpretation. I will start with the first word. Data. What do you mean by data? Data എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻഫോർമേഷനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷനെയാണ് ഡേറ്റ എന്ന് നോർമലി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്കൂളിൽ +1 പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് കരുതുക. എൻ്റെ ക്ലാസ്സിൽ 80 സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് I need to collect an information from my students, that is അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ് എന്നൊരു അവലോകനം എനിക്ക് നടത്തണം. സോ അതിനു വേണ്ടി ഞാനിങ്ങനെ സ്റ്റുഡൻസിനെ ഓരോരുത്തരെയും വിളിച്ച് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് ഒരു ചോദ്യം ചോദിക്കുവാണ്. സം സ്റ്റുഡൻസ് ടോൾഡ് മീ ഇറ്റ് ഇസ് മാത്തമാറ്റിക്സ്, സം അതേഴ്സ് ടോൾഡ് ഇറ്റ് ഇസ് ഇംഗ്ലീഷ്, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് ആൻസേഴ്സ് എനിക്ക് കിട്ടുന്നു. സോ എനിക്കൊരു അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം. എത്ര കുട്ടികൾക്കാണ് മാത്തമാറ്റിക്സ് ഇഷ്ടം, എത്ര കുട്ടികൾക്കാണ് ഇംഗ്ലീഷ് ഇഷ്ടം, എത്ര പേർക്കാണ് മലയാളം ഇഷ്ടം, അങ്ങനെ. സോ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തണം. എന്തുകൊണ്ടാണ് ഇത്ര പേർക്ക് ഇതിഷ്ടമായത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇഷ്ടമല്ലാത്തത്, അങ്ങനെ ഒരു സ്റ്റഡി നടത്തണം. ഓക്കെ, സോ അതിനു വേണ്ടി ഞാൻ കളക്ട് ചെയ്യുന്ന ആ ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡേറ്റ. ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. മാർച്ച് മാസം തൊട്ട് ഇന്ന് വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് രോഗികളുടെ എണ്ണം ഡിസ്ട്രിക്ട് വൈസായിട്ട് ഞാനൊരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുവാണ്. ഓരോ ദിവസവും ഇത്ര കേസുകൾ ഇന്ന ഡിസ്ട്രിക്റ്റിൽ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഇൻഫോർമേഷൻ ഞാൻ കളക്ട് ചെയ്യുവാണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ ഡേറ്റ. സോ ഈ ഡേറ്റ ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഈ ഡേറ്റ വെറുതെ നമ്മൾ കളക്ട് ചെയ്യുന്നതല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്താനോ ഒന്ന് കമ്പയർ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ ഡേറ്റ നോർമലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതായത് അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്കെ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ് മീൻസ് ഇറ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്സ്. ഓക്കെ, സോ യുവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണ്. സോ ഗ്രാഫിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോർഡിനേറ്റ് സിസ്റ്റം, x-axis, about x-axis, y-axis, did you heard about that? ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണല്ലേ നിങ്ങളുടെ ടോപ്പിക്ക്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. കോർഡിനേറ്റ് ആക്സിസ്. ദർ ആർ 2 types of lines called as coordinate axis. 2 തരത്തിലുള്ള ലൈൻസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന വേർഡാണ് കോർഡിനേറ്റ് ആക്സിസ് എന്ന്. ഞാൻ പറഞ്ഞു there are 2 types of lines and ആ ലൈൻ, 2 ലൈൻസിൽ ഒരു ലൈൻ വെർട്ടിക്കലായിരിക്കും. വെർട്ടിക്കൽ മീൻസ് ഇങ്ങനെ താഴത്തോട്ട്, ഇതിനാണ് വെർട്ടിക്കൽ എന്ന് പറയുക. വൺ ഈസ് എ വെർട്ടിക്കൽ ലൈൻ ലൈക്ക് ദിസ് ആൻഡ് ദ സെക്കൻഡ് ലൈൻ ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട്. ഇനി ഈ വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈനെയാണ് എക്സ് ആക്സിസ് എന്ന് പറയുക. സോ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ആക്സിസ്. ഓക്കെ, ഇവിടെ ആക്സിസ് ആണ് അല്ലേ, ഇവിടെ ആക്സിസ് ഇറ്റ് ഇസ് പ്ലൂറൽ. ഓക്കെ, 2 ലൈൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആക്സിസ് എന്ന് പറയുക. സോ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആർ ടുഗെദർ കോൾഡ് ആസ് കോർഡിനേറ്റ് ആക്സിസ്.
ഇനി ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ രണ്ട് ലൈൻസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതാ ഈ ലൈനാണ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ലൈൻ ഇസ് കോൾഡ് ആസ് ദി വൈ ആക്സിസ്. ഓക്കെ, ഈ രണ്ട് ലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് അവ പരസ്പരം പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ദേ ആർ സെറ്റ് ടു ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട കാര്യം, എക്സ് ആക്സിസിൻ്റെ ഈ സൈഡിലോട്ട്, അതായത് ഇത്രയും ഭാഗം ഇങ്ങോട്ട് പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇനി വൈ ആക്സിസിൻ്റെ മുകളിലോട്ട്, ദാറ്റ് മീൻസ് ഇത് വൈ ആക്സിസ് ആണല്ലോ ഇത് കംപ്ലീറ്റ്, ഇതിൻ്റെ ഈ പോർഷൻ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഈ പോർഷൻ ഇത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ദിസ് പോർഷൻ ഇസ് നെഗറ്റീവ്. സോ നിങ്ങൾക്ക് ഈ രണ്ട് ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇത് നോക്കിക്കേ, അവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, ഇതിനെയാണ് ഒറിജിൻ എന്ന് വിളിക്കുന്നത്. അവിടുത്തെ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത് കണ്ടോ, ഇതിനെ പറയുന്നത് കോർഡിനേറ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുക എന്നാണ്, ഇങ്ങനെ എഴുതുന്നതിന് പറയുക. ഇതിൽ ഫസ്റ്റ് വാല്യൂ എക്സ് ആക്സിസിൻ്റെ വാല്യൂ ആയിരിക്കും, സെക്കൻഡ് വാല്യൂ വൈ ആക്സിസിൻ്റെ വാല്യൂ ആയിരിക്കും. സോ ടുവേഴ്സ് ദ റൈറ്റ്, അതായത് ഈ ഒറിജിൻ്റെ റൈറ്റ് സൈഡിലോട്ട്, എക്സ് ആക്സിസിൻ്റെ ഒറിജിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എക്സ് ആക്സിസ് ആണ്, അവിടെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഒറിജിൻ്റെ മുകളിലോട്ട് ടുവേർഡ്സ് അപ്പ് ഇറ്റ് ഇസ് പോസിറ്റീവ്, അവിടെ ഉള്ളത് വൈ ആക്സിസ് ആണ്. ഇനി ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറ്റ് ഇസ് നെഗറ്റീവ് ആൻഡ് ഒറിജിൻ്റെ താഴത്തോട്ട് നെഗറ്റീവ് ആണ്. സോ ഇതിനെ പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന്, ഇവിടെ പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ദിസ് ഈസ് കോൾഡ് ആസ് ദി പോസിറ്റീവ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ദി നെഗറ്റീവ് വൈ ആക്സിസ്. സോ നമ്മൾ സാധാരണ ആക്സിസ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എക്സ് മീൻസ് എക്സ് ആക്സിസ് ആൻഡ് വൈ മീൻസ് വൈ ആക്സിസ്. ഇവിടെ ആരോ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. സോ ഇത് 0, ഇപ്പോൾ ഇങ്ങനെ ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യുക, 1 2 3 ലൈക്ക് ദാറ്റ് അങ്ങനെ പോകും. ഇനി ഇങ്ങോട്ട് 0 കഴിഞ്ഞ് ഇങ്ങോട്ട് എന്താ -1 -2 ലൈക്ക് ദാറ്റ്. ഇങ്ങോട്ട് പോസിറ്റീവാണ് 1 2 3 4. ഇവിടെ വൈ ആക്സിസ് താഴത്തോട്ട് നെഗറ്റീവാണ് -1 -2 ലൈക്ക് ദാറ്റ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് this point is called as the origin. There the value is 0 0. ഓക്കെ, നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ അറിയാമോ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒരു പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ അറിയാമോ? ഫോർ എക്സാമ്പിൾ 1 1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് കരുതുക. എങ്ങനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യും? സി 1 1 എക്സ് ആക്സിസിൻ്റെ വാല്യൂ 1 ആണ്, വൈ ആക്സിസിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എക്സ് ആക്സിസിൽ 1 എന്ന് പറയുന്ന വാല്യൂ ഏതാണോ ഇതെടുക്കുക, അതിൻ്റെ മുകളിലോട്ട് പോവുക, അതേപോലെ തന്നെ മുകളിലോട്ട് പോവുക. ആക്ച്വലി സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ മുകളിലോട്ട് പോവുക. വൈ ആക്സിസിൻ്റെ 1 എന്ന് പറയുന്ന വാല്യൂ ഏതാ, ഇവിടം വരെ വരും അല്ലേ. സോ ഈ പോയിൻറ്റിനെയാണ് 1 1 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ കുത്തിട്ടിരിക്കുന്ന ഈ പോയിൻ്റ് ഇതാണ് 1 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ വേറൊരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് വാല്യൂസ് എടുക്കുന്ന മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ടല്ല എടുക്കുന്നത്, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. -2 1 2 3 ഓക്കെ ലൈക്ക് ദാറ്റ്. എനിക്ക് 2 3 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് കരുതുക. എങ്ങനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യും? 2 is the value of x-axis. Value corresponding to x-axis is 2 and 3 is the value corresponding to y-axis.
അപ്പോൾ ആദ്യം എക്സ് ആക്സിസിൽ 2 എടുക്കണം. ഇവിടെ 2 എടുക്കുന്നു. അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ സ്കെയിലുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊരു സ്കെയിൽ വെച്ച് നോക്കുക. എന്നിട്ടൊന്ന് ലൈൻ മുകളിലോട്ട് വരുമ്പോൾ 3 എവിടെയാണ് വരുന്നത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് ദിസ് പോയിൻ്റ് ഇസ് 2, 3. അങ്ങനെ നമുക്ക് ഏത് പോയിൻ്റ് വേണമെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1, 0 എന്ന് പറയുന്ന പോയിൻ്റ് എങ്ങനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യും? 1, 0 ഇവിടെ ഇപ്പോൾ പറഞ്ഞത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 0 അല്ലാത്ത പോയിൻറ്റ്സ് വരുന്ന കേസാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇത് നോക്കിക്കേ, എക്സ് ആക്സിസിൻ്റെ വാല്യൂ 1ഉം വൈ ആക്സിസിൻ്റെ വാല്യൂ 0യുമാണ്. ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സെക്കൻഡ് വാല്യൂ എന്താ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ ആക്സിസിനെയാണ്. വൈ ആക്സിസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ പോയിൻ്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും. ശ്രദ്ധിക്കണേ, വൈ ആക്സിസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ പോയിൻ്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും. നമുക്ക് നോക്കാം ഇതെങ്ങനെ നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ പോയിൻ്റ് നിങ്ങൾ കണ്ടോ, ഇതാ ഈ പോയിൻ്റ്, ആ ആക്സിസിൽ കിടക്കുന്ന പോയിൻ്റ്. ഈ പോയിൻ്റാണ് 1, 0 എന്ന് പറയുന്ന പോയിൻ്റ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. അങ്ങനെയാണെങ്കിൽ 5, 0 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയായിരിക്കും? സോ ഇവിടെയും വൈ ആക്സിസിൻ്റെ വാല്യൂ 0 ആണ്. കണ്ടോ, വൈ ആക്സിസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ പോയിൻ്റ് എവിടെയായിരിക്കും കിടക്കുക? എക്സ് ആക്സിസിലായിരിക്കും. സോ എക്സ് ആക്സിസിലായിരിക്കും. ഈ പോയിൻ്റ് കണ്ടോ നിങ്ങൾ, ഇതായിരിക്കും 5, 0 എന്ന് പറയുന്ന പോയിൻ്റ്. ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. 0, 4. ഈ പോയിൻ്റ് നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും ഒരു വാല്യൂ 0 ആണ്. അതായത് എക്സ് ആക്സിസിൻ്റെ എക്സ് വാല്യൂ ആണ് 0 വരുന്നത്. എക്സ് വാല്യൂ ആണ് 0 വരുന്നതെങ്കിൽ വൈ ആക്സിസിലായിരിക്കും ആ പോയിൻ്റ് വരിക. തിരിച്ചാണ്, എക്സ് വാല്യൂ 0 ആണെങ്കിൽ വൈ ആക്സിസിലായിരിക്കും പോയിൻ്റ് വരുന്നത്. വൈ വാല്യൂ ആണ് 0 എങ്കിൽ എക്സ് ആക്സിസിലായിരിക്കും പോയിൻ്റ് വരിക. സോ ഹിയർ എക്സ് വാല്യൂ ഇസ് 0. എക്സ് വാല്യൂ 0 ആണെങ്കിൽ വൈ ആക്സിസിലായിരിക്കും പോയിൻ്റ് വരിക. 4 അല്ലേ, 4 എവിടെയാണ് വരുന്നത്? ഇതാ ഈ പോയിൻ്റ്. ദിസ് പോയിൻ്റ് ഇസ് 0, 4. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് ഏതായിരിക്കും? വാട്ട് ഇസ് ദിസ് പോയിൻ്റ്? ഈ പോയിൻ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 0, 2 എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റോ, ഇറ്റ് ഇസ് 0, 3. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പോയിൻ്റ് 0 വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ആക്സിസിൻ്റെ വാല്യൂ ആണ് 0. എക്സ് ആക്സിസിൻ്റെ വാല്യൂ ആണെങ്കിൽ അത് ആ പോയിൻ്റ് കിടക്കുന്നത് വൈ ആക്സിസിലായിരിക്കും. മറിച്ച് വൈ ആക്സിസിൻ്റെ വാല്യൂ ആണ് 0 എങ്കിൽ ആ പോയിൻ്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും. പിന്നെ 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഈ ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂ, മുകളിലോട്ട് പോസിറ്റീവ് വാല്യൂ, ഇതാ ഇവിടെ നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ്. സോ നിങ്ങളിത് കണ്ടോ, ഇവിടെ ഒരു സ്പേസ്, ഈ സ്പേസിനെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, QUADRANT, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അവിടെ 2 വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. എന്താ, ഫസ്റ്റ് വാല്യൂ എക്സ് ആക്സിസിൻ്റെ വാല്യൂ കണ്ടോ, എക്സ് ആക്സിസിൻ്റെ വാല്യൂ, സെക്കൻഡ് വാല്യൂ വൈ ആക്സിസിൻ്റെ വാല്യൂ കണ്ടോ. അവിടെ ഏത് പോയിന്റ് വന്നാലും ആ 2 വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുക. അവിടെ എക്സ് ആക്സിസിൻ്റെ വാല്യൂ നെഗറ്റീവും വൈ ആക്സിസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ദി തേർഡ് ക്വാഡ്രൻറ്റ്. ഇവിടെ 2 വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. എക്സ് ആക്സിസും നെഗറ്റീവ്, വൈ ആക്സിസും നെഗറ്റീവ്. ലൈക്ക് ദാറ്റ് ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് ആക്സിസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വൈ ആക്സിസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിൻ്റെ ഈ സൈഡിലോട്ടുള്ള വാല്യൂസ് പോസിറ്റീവ് ആണ്. കണ്ടോ, പോസിറ്റീവ് വാല്യൂസ് അല്ലേ കിടക്കുന്നത്, 1, 2, 3 അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഇവിടെ 0, ഇവിടെ നിങ്ങോട്ട് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഈ സ്പേസിനെ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഏത് പോയിന്റ് എടുത്താലും ഇങ്ങനെയായിരിക്കും വരുന്നത്, 2ഉം പോസിറ്റീവ് വാല്യൂസ്. എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു 5, 3 എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. അതായത്
5ൻ്റെ നേരെ പോയി 3 എവിടെയാണോ അവിടെ ചെന്നിരിക്കുന്നത് ഈ പോയിന്റ്, അത് 5, 3 ആയിരിക്കും. അങ്ങനെ ഈ സ്പേസിൽ ഈ ഭാഗത്ത് ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ 2 വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. എക്സ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വൈ വാല്യൂയും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇതാ വൈ ആക്സിസ് ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള ഭാഗം പോസിറ്റീവ് വാല്യൂ അല്ലേ വൈ ആക്സിസിൻ്റെ. എക്സ് ആക്സിസിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഭാഗം നെഗറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് വൈ ആക്സിസിൻ്റെയും നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഈ പോർഷനെയാണ് സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നെഗറ്റീവ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ്, വൈയുടെ വാല്യൂ പോസിറ്റീവ്. ലൈക്ക് ദാറ്റ് ദിസ് ഇസ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ വരുമ്പം 2 വാല്യൂസും നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സിനെയും സെക്കൻഡ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ വാല്യൂ ആണ്. സോ ഇവിടെ ഏത് വാല്യൂ എടുത്താലും ആ 2 വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇങ്ങനെ ഞാൻ എഴുതിയിരിക്കുക. ലൈക്ക് ദാറ്റ് ദിസ് ഇസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ എക്സ് വാല്യൂ പോസിറ്റീവ് ആണ്, വൈ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ.